സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നൊരു സ്വസ്ഥത ദിവസമാണ്. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ഇന്നത്തെ ദിവസം, ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ശബാത്ത് സലൂം. ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. 6 ദിവസം സകലവും സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം ഒരു ദിവസത്തെ സൃഷ്ടിച്ചിരിക്കുന്ന 7-ാം ദിവസം ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുന്ന ദിവസമാണ്. ആ ദിവസം ദൈവം മനുഷ്യന് തന്നിരിക്കുന്നു. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചാൽ വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്നും സകല ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കും. ഇന്നത്തെ ദിവസം ഒരു ജോലിയോ മറ്റ് പണമിടപാടുകളോ വ്യർത്ഥ കാര്യങ്ങളോ യാതൊന്നുമില്ല. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത. പഴയ നിയമത്തിൽ ഈ സ്വസ്ഥതയെ ലംഘിച്ച് ജോലികൾ ചെയ്ത ആൾക്കാരെ ഇസ്രായേലിൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ പുത്രൻ ഇസ്രായേലിൽ വന്നപ്പോൾ ഈ സ്വസ്ഥത ദിവസമാണ് തിനോവോഗിൽ പോയതും യെശയ്യാ പ്രവചനം വായിച്ചതും പല വീര്യപ്രവൃത്തികൾ ചെയ്തതും എല്ലാം ഇന്നത്തെ ദിവസമാണ്, ഈ സ്വസ്ഥത ദിവസം. അപ്പോസ്തലന്മാരെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ദിവസം ഈ സ്വസ്ഥത ദിവസം തന്നെയാണ്. ഇപ്പോഴും അവർ യഹൂദന്മാർ ആരാധിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. ശനിയാഴ്ച ദിവസമാണ് അവരുടെ സ്വസ്ഥത. ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചാൽ സ്വർഗസ്വനായ പിതാവിങ്കിൽ നിന്നും നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ ഗ്രഹിക്കുവാനും വചനങ്ങൾ വായിച്ച് അതനുസരിക്കുവാനുമൊക്കെ ഹൃദയത്തിൽ തോന്നിക്കും. നമുക്ക് വേണ്ടിയത് നിത്യജീവനാണ്. ഈ ഭൂമിയിൽ ഒരു താൽക്കാലിക ജീവിതം. ഏത് നിമിഷവും മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ആത്മാവിനെ കളയാതെ ആ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. ഈ ലോകത്ത്, ഈ താൽക്കാലിക ലോകത്ത് എന്തെല്ലാം നേടിയാലും മനുഷ്യൻ മരണപ്പെട്ടു പോകും. ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി ഈ ലോകത്തെ നന്മകളൊക്കെ അനുഭവിച്ച് ഈ ലോകത്ത് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. മനുഷ്യനൊരു സ്വസ്ഥതയില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ധൈര്യമായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെ നല്ല രീതിയിൽ വഴി നടത്തും. ധൈര്യം കിട്ടും. ജീവിതത്തിൽ
പല പല പ്രശ്നങ്ങൾ വന്നാലും പല രോഗങ്ങൾ വന്നാലും നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക, ദൈവത്തിങ്കൽ നിന്നുമുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.